അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിൽ എല്ലാ തെളിവുകളും സത്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്ര കാലം ഭിന്നിച്ചു പോയത്? ആ ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അദ്ധ്യായം അൽ അനമ് സൂറ 6 114 115 പറയുന്നത്, പറയുക, അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നവനാവുന്നു. അത് സത്യവുമായി നിന്റെ രക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കറിയാം. അതിനാൽ നീ ഒരിക്കൽ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. അതിൽ തന്നെ 115 പറയുന്നത്, നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു. അവന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരുമില്ല. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് വിശദ വിവരണങ്ങളുള്ള വേദഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്, സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നത്. എല്ലാ തെളിവുകളും വിശുദ്ധ ഖുർആനിലുണ്ട്, അഥവാ മനുഷ്യർ ഒരിക്കലും ഭിന്നിക്കാതിരിക്കാനുള്ള. പക്ഷെ എന്നിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിനു ശേഷവും മനുഷ്യർ ഒരുപാട് ഭിന്നിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതിൽ മനുഷ്യരിൽ തന്നെ ഭിന്നത വന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇത്രയും സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ അഥവാ നീതി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ പല വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു കാരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്, യഥാർത്ഥ രീതിയിൽ വിശുദ്ധ ഖുർആൻ വിവരിച്ചു കൊടുക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട് മാത്രമാണ്. യഥാർത്ഥ ഖുർആനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, യഥാർത്ഥ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ഭിന്നിച്ചു പോകില്ല. സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു അധ്യായത്തിലും ഇനി ഏതൊരു അധ്യായത്തിൽ കഴിഞ്ഞാലും നമുക്കതിൽ കാണാൻ കഴിയും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടനയിൽ സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യമൊന്നും നമുക്ക് അറിഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് വിട്ടു നിൽക്കുമായിരുന്നു. കാരണം ആ ഒരു അറിവെങ്കിലും മനുഷ്യർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തെളിവും നമുക്ക് തന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട നമുക്ക് യഥാർത്ഥ സത്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മളെ സമൂഹത്തിൽ ഇത്രയും ഭിന്നിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അഥവാ ഇനിയും നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ടും ഇനിയും നമ്മുടെ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും നമ്മളെ കണ്ണുകൾ കൊണ്ടോ ഇനി ചെവികൾ കൊണ്ടാവട്ടെ എന്ത് തെറ്റും നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ്. അഥവാ നമ്മളെ ശരീരത്തിൽ സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് സാക്ഷികളായിട്ട്. അപ്പോൾ സൃഷ്ടാവിനെ നമ്മൾ തെറ്റിലേക്ക് വലിച്ചേക്കരുത്, അഥവാ നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും സൃഷ്ടാവിനെ നമ്മൾ കൂട്ടുപിടിക്കരുതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.